എല്ലാവർക്കും ഉഷസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലം ആശ്രാമം മൈതാനത്തിൽ നടക്കുന്ന ഫ്ലവർ ഷോ കാണാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു ഗ്രൗണ്ടിൽ. കൊല്ലം നിവാസികൾക്ക് ഏക ആശ്വാസമാണ് നമ്മുടെ മൈതാനത്ത് വരുന്ന ഓരോ ഫസ്റ്റും. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം തിരക്ക്. കൗണ്ടറിലേക്ക് പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 100 ആണെന്ന് തോന്നുന്നു ഫുൾ ടിക്കറ്റ്. അപ്പം നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അതാണ്ട് നമ്മൾ എൻട്രൻസിലേക്ക് ഇങ്ങനെ കയറാൻ പോവുകയാണ്. എന്താണ് ഉള്ളിലെന്നുള്ളത് നമുക്ക് നോക്കാം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ കയറുകയാണ്. മനോഹരമായ പുഷ്പങ്ങൾ, മലത്തിനോരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവരാതെ നീഹാരാത്രരാകും അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം. ഞാനൊഴുകും തിരയിൽ തലോടി കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കയറുമ്പോൾ കാണാൻ പറ്റുന്ന ധാരാളം ഫ്ലവേഴ്സ്, ഒരുപാട് ഫ്ലവേഴ്സ് ഒരു കുടക്കീഴിൽ കാണാൻ പറ്റുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ്. ആരും ഇതൊന്നും മിസ്സാക്കരുത്. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇതിലും നല്ലത് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും ഇതൊക്കെ ടി വിയിൽ മാത്രം കാണാൻ കിട്ടുന്ന ചാൻസസ് ആണ്. ഇങ്ങനെയൊക്കെ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ അല്ലേ നമുക്കിങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ്. നല്ല രസമുണ്ട്. ഇതൊക്കെ നമുക്കപ്പോൾ തോന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വളർത്താമെന്ന്. പക്ഷെ നമ്മൾ വെച്ചാൽ ഇത്രയും ഭംഗി വരുമോയെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പം നല്ല അതേപോലെ തന്നെ ഒരുപാട് സെൽഫി സോൺസൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് കണ്ടു. ശരിക്കും ഇതിൻ്റെ ഒന്ന് പേരുകൾ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇവിടെ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. നമ്മളിതിങ്ങനെ ജസ്റ്റ് കണ്ടുപോവാണ്. നല്ല രസമുണ്ട് ഈ റെഡ് ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേനും എന്തോ നമ്മൾ വേറെ ഏതോ ഒരു പുതിയൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പെറ്റ് സോണിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പെറ്റുകളുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന കുറേ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ബേർഡ്സിനെ കാണാൻ കണ്ടോ. നമ്മൾ പാരറ്റിനെ കണ്ടു. പിന്നെ ഏതാണ്ട് ഇവിടെ ജാവ എന്നൊരു ബേർഡുണ്ട്, അതുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക. നമുക്ക് കുറേ ടൈപ്പ് വെറൈറ്റി ഉണ്ട്. അപ്പുറത്തോട്ടൊക്കെ പാമ്പൊക്കെ ഉണ്ട്. അവിടെ കുറേ പേര് അതുമായിട്ട് ഫോട്ടോ എടുക്കുന്നു. കണ്ടോ, ഹാംസ്റ്റേഴ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. ഡോഗ്സ് ഉണ്ട്, ക്യാറ്റ്സ് ഉണ്ട്. കണ്ടോ, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ യങ് ജനറേഷന് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം പെറ്റ് സോണാണ്. അല്ലാതെ ഫ്ലവേഴ്സ് കുട്ടികൾക്കൊന്നും കണ്ടാൽ വലുതായിട്ട് ഇഷ്ടപ്പെടുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. ഞങ്ങൾക്കും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആദ്യത്തേത്. കാരണം ഏജിൻ്റെ ആയിരിക്കും. ഇപ്പം ഞങ്ങളിതാ ഇതിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് തൊട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. കാരണം കുറേ പെറ്റ്സിനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഫ്ലവേഴ്സ്. അതേപോലെ മുതിർന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പക്ഷേ നമ്മുടെ യങ് ആയിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് കുറേ അധികം ആനിമൽസിനെ കാണാം, ബേർഡ്സിനെ കാണാം.
അപ്പോൾ ഇത് തൊട്ടാണ് നമുക്ക് കുറച്ച് ത്രില്ല് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പാമ്പിനെ കാണാം. ഇതാണ് ഏറ്റവും ത്രില്ലടിക്കുന്നത്. ശരിക്കുമുള്ള പാമ്പാണ്. ഇത് കടിക്കത്തില്ലെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ബോൾ പൈത്തനെ കാണാം. കുറേ അധികം പാമ്പ്, കുറേ പേര് സ്നേക്സുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ കമീലിയൻ ഉണ്ട്, കുറേ അധികമുണ്ട്. ചിലതൊക്കെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം പെറ്റ് സോണിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എൻഡിലോട്ട് പോവുകയാണ്. ഈ പെറ്റ് സോണിൻ്റെ ഒരു എൻഡാണ്. കണ്ടോ, വളരെ വിചിത്രമായ ജീവികളാണ്. ഇതൊന്നും നമ്മൾ വിചിത്രമല്ല, നമുക്കങ്ങനെ കാണാനൊന്നും പറ്റാത്തതാണ്. ഇപ്പം നമ്മൾ ഡോഗിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കുട്ടികൾ ഇതൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ കടകളിലോട്ടാണ്. അതാ നമ്മളിങ്ങനെ പർച്ചേസ് സോണിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ശരിക്കും എല്ലാം ഇങ്ങനെ കണ്ടു പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് പുറത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു ഉന്തും തെള്ളുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാം നോക്കി പോകുന്നതേ ഉള്ളൂ. എല്ലാം ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. വീട്ടിലെ സാധനങ്ങൾ, അതേപോലെ ടോയ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഇതേപോലുള്ള മേളകൾക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ വളർത്തു നായ്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് പേരുണ്ടല്ലോ, ഇതിനെയൊക്കെ വളർത്തുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. നമ്മളിതെല്ലാം ഇങ്ങനെ നോക്കി പോയതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്തോട്ട് വന്നപ്പോഴത്തേനും അത് കുറയ്ക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടില്ലാതില്ല. അതാ ഫുഡ് സോൺ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോണിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. അതിമനോഹരമായ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലവേഴ്സിലെ കുട്ടികളുടെ ഗാനമേളയായിരുന്നു. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്നു. നന്നായിട്ട് പാടുന്ന കുട്ടികൾ, നന്നായിട്ട് അവർ ഗാനമേള അവിടെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. നമ്മളതെല്ലാം ജസ്റ്റ് ഒന്നും കൂടെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം ഇരുന്ന് അതെല്ലാം കേട്ട് ആസ്വദിച്ച് പോകാമെന്ന് കരുതി. ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഗാനമേളയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം കുറച്ച് സ്ഥലവും കൂടെ ബാക്കിയുണ്ട്. പിന്നെന്താണ്, കാറിൻ്റെയൊക്കെ ഒരു സെയിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ കണ്ടതിൻ്റെ ഒരു ബാലൻസ് കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഞങ്ങളൊന്ന് ഓട്ടിച്ച് കണ്ടു. ഓവറോൾ നന്നായിരുന്നു. പക്ഷേ ടിക്കറ്റ് വർത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ അവർക്ക് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. ഫ്ലവേഴ്സൊക്കെ കുറച്ചും കൂടെയും കൂടുതൽ അവർക്ക് കാണിക്കാമായിരുന്നു എന്ന് തോന്നി. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഓൾറൗണ്ട് കൊള്ളായിരുന്നു. കുറച്ച് നേരം നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന പൂക്കളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. നമ്മൾ വീട്ടിൽ വാങ്ങി ഓരോന്നും ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഭംഗിയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണ്, നമ്മുടെ വെജിറ്റബിൾസിൻ്റെ സീഡ് ഒക്കെ വിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല തെള്ളുണ്ട്. ആൾക്കാർ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാനിതൊന്നും വാങ്ങിച്ചിട്ട് ഒരു ഗുണമില്ലാന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോയതേ ഇല്ല. എല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒറ്റ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടി ഇവർക്ക് ഉൾപ്പെടുത്തിക്കൂടായിരുന്നു എന്ന് അങ്ങനെ തോന്നിപ്പോയി. ഇത് കണ്ടപ്പോൾ എന്തോ ഒരു വ്യത്യസ്തത തോന്നി. ഇതെവിടെയും കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. വെള്ളപ്പൂവാണോ ഇലയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ അതൊരു നമ്മുടെ ബൊഗെയിൻ വില്ലയുടെ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഭംഗിയുണ്ട്. അവിടെയും സെൽഫി സൗണ്ട്സൊക്കെ ഉണ്ട്. ഞങ്ങളും അത്യാവശ്യം സെൽഫിയൊക്കെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ